ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് നിലവിളക്ക് തെളിയിക്കുമ്പോൾ നിലവിളക്കിന്റെ മുന്നിൽ ചെറിയ ഒരു പാത്രത്തിൽ ഞാൻ ഈ പറയുന്ന ഒരു കാര്യം വെച്ചു കഴിഞ്ഞാൽ ആ വീടിന്റെ സകല ദോഷങ്ങളും, വാസ്തുദോഷങ്ങളെ, ശാപദോഷങ്ങളെ, ശത്രുദോഷങ്ങളെ ഒക്കെ മാറിക്കിട്ടുവാനും, അതുപോലെ വീട്ടിലേക്ക് സമ്പത്ത്, ഐശ്വര്യം, പണം കൊണ്ട് നിറയുവാനും, പണം വന്ന് നിറയുവാനും ഈ ഒരു വിദ്യ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഭദ്രകാളിയുടെ വിദ്യയാണ്. അതോടൊപ്പം ഭദ്രകാളിയുടെ ആ രഹസ്യ വിദ്യ പറഞ്ഞു കഴിഞ്ഞ് ശേഷം അത് ഉറപ്പാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഗുണം ചെയ്ത് നോക്കുക. നല്ല കാര്യമാണ്, ലളിതമായ കാര്യമാണ്. ഒരുപാട് അനുഭവം ഉള്ളതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. പിന്നെ ശിവന്റെ ചില രഹസ്യ മന്ത്രങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ലോകത്തിൽ ആരും പറഞ്ഞു തരാത്ത ചില രഹസ്യ മന്ത്രങ്ങൾ. അപ്പം അതില് കടം വീടാനുള്ള ശിവമന്ത്രമുണ്ട്. നിങ്ങൾക്ക് കുട്ടികൾക്ക് വേണ്ടിയുള്ള വിദ്യ, തൊഴില്, ഇതൊക്കെ കിട്ടാനുള്ള ശിവമന്ത്രമുണ്ട്. അതുപോലെ എല്ലാത്തിലും വിജയം ഉണ്ടാകാൻ കലാകാരന്മാർക്ക്, അതുപോലെ ബിസിനസ്സുകാർക്ക്, രാഷ്ട്രീയക്കാർക്ക്, വക്കീല്, ഡോക്ടർ, എന്ന് വേണ്ട സാധാരണ കടയിൽ നിൽക്കുന്നത് അല്ലെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്ന എല്ലാവർക്കും എല്ലാ വിജയം ഉണ്ടാകാനുള്ള രഹസ്യ ശിവമന്ത്രം, അതുപോലെ ദുരിതങ്ങൾ മാറ്റുന്ന രഹസ്യ ശിവമന്ത്രം. നിങ്ങൾ ഒരിക്കലും കേൾക്കാത്ത ശിവമന്ത്രമാണ് കേട്ടോ. നിങ്ങൾ സ്വപ്നത്തിൽ കേൾക്കാത്ത ശിവമന്ത്രമാണ്. ഇത് കിട്ടുന്നത് നിങ്ങളുടെ ഭാഗ്യം. പിന്നെ കർഷകരെ എനിക്ക് വലിയ ഞാൻ ബഹുമാനിക്കുന്ന ഒരു വിഭാഗമാണ് കർഷകർ. അപ്പൊ നമ്മുടെ വീഡിയോ ഫോളോ ചെയ്യുന്ന ഒരുപാട് കർഷകരുണ്ട് കേട്ടോ, ഇടുക്കിയിലും അവിടെ ഇവിടെയൊക്കെ ഉള്ള. എനിക്ക് അവരെയൊക്കെ ഭയങ്കര ബഹുമാനം വെച്ചാൽ അവരൊക്കെ ആ മണ്ണിനോട് കഷ്ടപ്പെട്ട് അവരുടെ ജീവിതം, ആ നിഷ്കളങ്കമായ സംസാരം, അവരുടെ ആ മണ്ണിനോടുള്ള കഷ്ടപ്പെടല്, അതുപോലെയുള്ള അധ്വാനം, എനിക്ക് ഭയങ്കര ബഹുമാനമാണ് ഈ കർഷകരോട്. അവരാണ് മണ്ണിനെ പൊന്നാക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഒരു മന്ത്രം. പിന്നെ നമ്മുടെ അമ്മമാര്, ഒരുപാട് എൻ്റെ വീഡിയോ കാണുന്ന അമ്മമാരുണ്ട്. ഈ അമ്മമാരോട് എനിക്ക് പ്രത്യേക ബഹുമാനവും സ്നേഹവുമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത് ആ അമ്മ എന്നുള്ള ആ ഭാവത്തെയാണ്. അത് കഴിഞ്ഞ് അച്ഛനോട് അതുപോലെ ബഹുമാനമുണ്ട്. പക്ഷെ എന്നാലും അമ്മമാരെന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ ബഹുമാനമാണ്. അത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഏത് യോഗവിദ്യ ചെയ്താലും ദേവിയെ ഭജിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ദേവിയോടുള്ള ബഹുമാനം, സ്നേഹം തന്നെയാണ് എനിക്ക് അമ്മമാരോടുള്ള സ്നേഹവും ബഹുമാനവും. അപ്പോൾ അത് ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ശിവരഹസ്യ മന്ത്രം, നിങ്ങൾ ഒരിക്കലും കേൾവിയില്ലാത്ത അത്ഭുത മന്ത്രങ്ങളാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവൻ കാണണം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എനിക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ കാണുന്നു ഒക്കെ ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ തലവരെ, നിങ്ങളുടെ സമയം പോലെ ഇരിക്കും കാണാൻ. ഞാൻ അതുകൊണ്ടാണ് ആദ്യമേ ഇത്രയും പറഞ്ഞത്. ഈ വീഡിയോ മുഴുവൻ നിങ്ങൾ കാണണം, നിങ്ങൾ മിസ് ചെയ്യരുത്. കാരണം ഇതൊന്നും പിന്നെ കിട്ടത്തില്ല, ഒരിക്കലും കിട്ടത്തില്ല. ഈ വീഡിയോ അന്വേഷിച്ചാൽ പോലും പിന്നെ ചിലപ്പോൾ കിട്ടണമെന്നില്ല. എന്നോട് ചോദിച്ചാൽ എനിക്ക് പറഞ്ഞു തരാനും സമയമില്ല. പിന്നെ കാണും. വീഡിയോ ആവശ്യമുള്ളവർ കാണുക, പ്രയോജനപ്പെടുത്തുക, നല്ല കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ എല്ലാം പറഞ്ഞു തരികയാണ്. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാ ജ്യോതിഷ, ഹസ്തരേഖ, ഗ്രഹനില, ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്, വാട്സപ്പ് ഇടുക. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. അത് ക്ഷേത്രത്തിൽ പോയി ചെയ്യാവുന്ന ലളിതമായ വഴിപാടുകളും വീട്ടിൽ ചൊല്ലാവുന്ന പ്രാർത്ഥനകളും, പിന്നെ അതോടൊപ്പം നമ്മൾ പ്രയത്നിക്കുകയും കൂടെ വേണം. അങ്ങനെയുള്ളവർ ചെയ്താൽ മതിയെന്നാണ് പറയുന്നത്, അല്ലാത്തവർ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. പിന്നെ ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, വിളിക്കേണ്ട ദേവത, ഇതൊക്കെ ഞാൻ പറഞ്ഞു തരും. ഏത് ദിവസം ക്ഷേത്രത്തിൽ പോകണം, എന്ത് വഴിപാട് ചെയ്യണം, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതൊക്കെ ഞാൻ പറഞ്ഞു തരും. പിന്നെ ഞാൻ പറഞ്ഞു തരുന്ന ശിവവിദ്യകളായിക്കോട്ടെ, ഭദ്രകാളി വിദ്യകളായിക്കോട്ടെ, അത് വേറെ ആരും പറഞ്ഞു തരത്തില്ല, വേറെ ആരും പറഞ്ഞു തരാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നിങ്ങളൊക്കെ ശിവരാത്രിക്ക് ആക്കിയ ക്ഷേത്രത്തിൽ പോകുന്നു. എന്തൊരു സന്തോഷമാണ്. ഇന്ന് ജീവിതത്തിലെ ഈ 365 ദിവസവും ഈ ശിവനെ ധ്യാനിച്ചിരിക്കുന്ന, പ്രാണനെ ശിവവിദ്യ ചെയ്യുന്ന ആളാണ് ഞാൻ. അപ്പൊ ഞാൻ എന്തുമാത്രം ഭഗവാനെ ലയിച്ചിരിക്കുക നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഇന്ന് ശിവരാത്രിയാണ്, അതുകൊണ്ട് ഞാൻ ക്ഷേത്രത്തിൽ പോയി വന്നു. ശിവന് പ്രധാനമുള്ള ദിവസങ്ങളിൽ ഞാൻ ഭസ്മം 3 വരയായിട്ട് ധരിക്കുന്നത് എനിക്കൊരു സന്തോഷമായിട്ട് ഉള്ളത് കൊണ്ടാണ് ഈ ശിവരാത്രി ദിവസം 3 വരയായിട്ട് ഭസ്മം തൊടുന്നത്. അത് ശിവന് പ്രധാനമുള്ള ദിവസമായതുകൊണ്ടാണ്. അന്ന് നമുക്കൊരു സന്തോഷമാണ്. ഞാനിപ്പോൾ ശിവക്ഷേത്രത്തിൽ പോയിട്ട് വരികയാണ്. ഇത് ശിവരാത്രിയാണ്. അപ്പൊ അതുകൊണ്ടാണ് ശിവരാത്രിക്ക് എൻ്റെ വകയായിട്ട് നിങ്ങൾ ഭഗവാനെ പോയി തൊഴുത് ഭഗവാന് വഴിപാടുകൾ ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പൊ എൻ്റെ വകയായിട്ട് നിങ്ങൾക്ക് ചില രഹസ്യ ശിവമന്ത്രങ്ങൾ തരികയാണ് ഹൃദയത്തിൽ നിന്ന്. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇനി വീഡിയോയിലേക്ക് വരികയാണ്. ഇന്ന് പറയാൻ പോകുന്ന കാര്യം
നമ്മൾ ഒരു ചെറിയൊരു ഡെപ്പി എടുക്കുക. ഇതുപോലെ ചെറുതായത് കേട്ടോ, ഇപ്പൊ ഇങ്ങനെ അടുത്താണെങ്കിൽ വലുതായിട്ട് തോന്നും. ചെറിയൊരു ഡെപ്പി എടുക്കുക. അതിൻ്റെ അകത്ത് ഒരു 10 രൂപയുടെ ഭസ്മം മേടിച്ച് ഇതിൻ്റെ അകത്ത് നിറയ്ക്കണം. ഇതിൻ്റെ അകത്ത് ഭസ്മമാണ്, നിറച്ചില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കും. അപ്പൊ ഇതുപോലെ ഭസ്മം നിറയ്ക്കണം. നിങ്ങൾ 10 രൂപയുടെ നിറച്ച് വെച്ചിട്ട്, എന്നുവെച്ചാൽ 3/4 ഭാഗം നിറച്ചാൽ മതി, മുഴുവൻ നിറയ്ക്കണ്ട. എന്നിട്ട് നിങ്ങൾ രാവിലെ കുളിയെല്ലാം കഴിഞ്ഞാൽ നിങ്ങൾ ചൊല്ലുന്ന പ്രാർത്ഥനകളെല്ലാം ചൊല്ലിക്കഴിഞ്ഞോ ചെല്ലുന്നതിന് മുമ്പോ എപ്പം വേണേലും ചെയ്യാം. ഇത് ചെയ്ത് കഴിഞ്ഞ് 2 മിനിറ്റത്തേക്ക് വേറെ പ്രാർത്ഥന ഒന്നും ചെയ്യരുത് കേട്ടോ. എപ്പം ചെയ്താലും നിങ്ങളുടെ നടുവിരലും മോതിരവിരലും കൂടെ കൂട്ടിപ്പിടിച്ച് വലത് കൈയുടെ, ഞാനിപ്പോൾ വലത് കൈ കൊണ്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ചിലപ്പം വീഡിയോ കാണുമ്പോൾ ഇടത് കൈയായിട്ട് തോന്നും, അത് തോന്നുന്നതാണ്, പറയുന്നത് കേൾക്കുക. വലത് കൈയുടെ നടുവിരലും മോതിരവിരലും കൂട്ടിപ്പിടിച്ച് ഈ ഭസ്മത്തിൽ ഇങ്ങനെ തോരണം കേട്ടോ. ഞാൻ തൊട്ടിട്ടുണ്ട്. ഭസ്മത്തിൽ തൊട്ട് ഞാൻ പറയുന്ന പോലെ നിങ്ങൾ വിളക്കിന്റെ സൈഡിൽ നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഞാനീ ഇടതുകാലം മുന്നോട്ട് വെച്ച്, വലത് കൈ കൊണ്ട് അത് തൊടുന്നത്, ഇടതുകാലം മുന്നോട്ട് വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കണം. വാ കൊണ്ട് തന്നെ പ്രാർത്ഥിക്കണം, നമുക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ. ഭദ്രകാളി അമ്മേ, അവിടുന്ന് നാമം പറയുമ്പോൾ തന്നെ, അവിടുത്തെ ചിന്തിക്കുമ്പോൾ തന്നെ എനിക്ക് സന്തോഷമാണ് അമ്മേ. അമ്മേ എന്ന് വിളിച്ചിട്ട് ഓം കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ഇത് ഈ മന്ത്രം ഞാൻ വേണേൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എഴുതിയിടാം, നിങ്ങൾ അവിടെ നോക്കിയിട്ട് ജപിച്ചാൽ മതി. അപ്പൊ ഇതിങ്ങനെ നിങ്ങൾ 3 തവണ ജപിക്കണം. എന്നിട്ട് വീണ്ടും പറയണം, ഭദ്രകാളി അമ്മേ, അവിടുത്തെ ചിന്തിക്കുമ്പോൾ തന്നെ എനിക്ക് സന്തോഷമാണ് അമ്മേ. എൻ്റെ ജീവിതത്തിലേക്ക് സമ്പത്ത് വർദ്ധിപ്പിച്ചു തരണം. എന്നെ എൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തണം. സമ്പത്ത് വർദ്ധിപ്പിച്ചു തരണം. സർവ്വതും മംഗളമാക്കി തരണം അമ്മേ എന്ന് പ്രാർത്ഥിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് ഇച്ചിരി ഭസ്മം എടുത്ത് തൊടാം, ഇല്ല തൊട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളിത് അടച്ച് വിളക്കിന്റെ മുന്നിൽ വെക്കണം. ദിവസവും രാവിലെയും സന്ധ്യയ്ക്കും ഇത് ചെയ്യണം. 2 നേരം ചെയ്യണം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാകും. വീടിന്റെ എല്ലാവിധ ശാപദോഷങ്ങളെ, ദുഷ്ടിദോഷങ്ങളെ, ശത്രുദോഷങ്ങളെ, കർമ്മദോഷങ്ങളെ, കുടുംബദോഷങ്ങളെ എല്ലാം അമ്മ വിചാരിച്ചാൽ മാറാൻ അധികം സമയം വേണ്ട. അമ്മ മാറ്റിത്തരും. നിങ്ങൾക്ക് സംരക്ഷണം ഉണ്ടാകും. നിങ്ങൾ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം ഉണ്ടാകും. ഞാനീ പറഞ്ഞ ഭദ്രകാളിയുടെ പ്രാർത്ഥന ചെയ്തു വാടക വീട്ടിൽ കഴിയുന്നവർ ഇന്ന് നല്ല വലിയ വീട് വെച്ച് നല്ല നിലയിൽ ജീവിക്കുന്നവരുണ്ട്. അപ്പൊ ആ അനുഭവത്തിൽ നിന്നാണ് പറഞ്ഞു തരുന്നത്. നിങ്ങളിത് ലളിതമായ 10 രൂപയുടെ ഭസ്മം കൊണ്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ആർക്കും ചെയ്യാൻ നല്ല കാര്യമാണ്. പക്ഷെ ഇത് ചെയ്യുന്ന രീതി അറിയണം. ചെയ്യുന്ന ജപിക്കുന്ന രീതി അറിയണം. ആ രഹസ്യം അറിഞ്ഞ് ആ രീതി അറിഞ്ഞ് ചെയ്യുമ്പോഴാണ് ഫലം ഉണ്ടാകുന്നത്. അത് ഞാൻ പറഞ്ഞു തരുന്നു. അതാണ് നിങ്ങൾ അറിയേണ്ടത്. മനസ്സിലായി? ഭസ്മം നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും, നിങ്ങൾക്ക് ഈ മന്ത്രം അറിയായിരിക്കും. പക്ഷെ ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഒരു ഗുരുമുഖത്തു നിന്ന് കിട്ടുമ്പോഴാണ് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നത്. അപ്പോഴേ അതൊരു വിദ്യ ആകത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ഈ നിങ്ങൾ നിത്യേന രാവിലെയും വൈകിട്ടും ചെയ്യുക. അത്ഭുതകരമായ, ഒരു ദിവസം ചെയ്തുകൊണ്ട് മാറ്റം ഉണ്ടാകുമെന്നല്ല, നിത്യവും ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാകും. ശത്രുദോഷങ്ങൾ 7 അയൽപക്കത്ത് വരത്തില്ല. വാസ്തുദോഷം ഉണ്ടായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ലെന്നേ, എല്ലാം മാറ്റിക്കോട്ടും അമ്മ. അതുപോലെ തന്നെ ഏത് ശത്രു എന്ത് വേണം നിങ്ങൾക്ക് ഇതിലെ പ്രവർത്തനങ്ങൾ ചെയ്തോട്ടെന്നേ, നമുക്ക് സന്തോഷമേ ഉള്ളൂ. ചെയ്യുന്നിടത്തോട് തിരിച്ചു കൂടും. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഭദ്രകാളി അമ്മയുടെ അടുത്ത് ഒന്നിനും എതിരില്ല. അമ്മയ്ക്ക് എതിരില്ലാത്ത ശക്തിയാണ്. പിന്നെ ശാപദോഷങ്ങൾ ഉണ്ടായിക്കോട്ടെന്നേ, അത് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഇല്ലാതായിക്കോളും. പിന്നെ ശത്രുദോഷങ്ങൾ 7 അയൽപക്കത്ത് വരത്തില്ല. നമുക്ക് സംരക്ഷണം അമ്മ എപ്പോഴും ഉണ്ടാകും. നമ്മുടെ എല്ലാ കാര്യങ്ങളും സർവ്വതും മംഗളമാക്കി തരണമെന്നാണ് പറയുന്നത്. എല്ലാം മംഗളമായിക്കോളും. വീട്ടിൽ സമാധാനം, സന്തോഷം, സമ്പത്ത്, ഐശ്വര്യം എന്ന് വേണ്ട സർവ്വവിധ ഐശ്വര്യങ്ങളും അമ്മ തരുമെന്നുള്ളതാണ്. ഇന്ന് ശിവരാത്രിയാണ്. ഞാൻ ശിവക്ഷേത്രത്തിൽ പോയി, പുത്തങ്കാവലമ്പലത്തിൽ പോയി ഭദ്രകാളി അമ്മയെ തൊഴുതു. ശിവക്ഷേത്രത്തിൽ പോയി ഭഗവാനെ തൊഴുതു. ഞാൻ 3 ഇതളുള്ള 2 കൂവളത്തില കൊണ്ടുപോയി. അപ്പം അതിലൊന്ന് പാർവതീദേവിയെ സങ്കല്പിച്ച് ശിവനടയെ വെച്ചു, ഒന്ന് ശിവഭഗവാനെ സങ്കല്പിച്ച് ശിവനടയെ വെച്ചു, പാദത്തിൽ വെക്കുന്ന പോലെ തന്നെ. പക്ഷെ ഞാൻ വീട്ടിൽ നിന്ന് ആണത് കൊണ്ടുപോയത്. അപ്പോഴത്തേനും അവിടെ ചെന്നപ്പോൾ കൂവളത്തുമാല ഞാൻ ചെന്നിടത്തില്ലായിരുന്നു, താഴെയാന്ന് പറഞ്ഞ് പോകാൻ പറ്റില്ല. അതിൽ ഞാൻ കൊണ്ടുപോയി തന്നെ എനിക്ക് ഭഗവാനെ സമർപ്പിക്കാൻ പറ്റി. അതായിരിക്കും ഭഗവാന്റെ ഇച്ഛയും, ഭഗവാന്റെ ആ ഇച്ഛ. ഏതായാലും ഭഗവാനെ ഞാൻ പോയി കണ്ടു തൊഴുതു. അങ്ങനെ ശിവക്ഷേത്രത്തിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് ശിവരാത്രി ആയിക്കോട്ടെ എന്തെങ്കിലും തരണ്ടേ, അതിനു വേണ്ടി പറഞ്ഞു തരികയാണ്. ഇത് ചെറിയൊരു കാര്യമല്ല. ഒരു മനുഷ്യനും ഒരിക്കലും ഞാനീ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല. അപ്പം ഇതൊക്കെ പറഞ്ഞു തരണേ ഒന്നാമത്തെ കാര്യം ഇതിനെക്കുറിച്ച് അറിയണം. മനസ്സിലായില്ലേ? ഞാൻ ആ ശിവയോഗിയാണ്, ആ ശിവന്റെ വഴിയാണ്.
വളരെ ചെറുപ്പത്തിലെ ക്രിയാകുണ്ടലിനെ പ്രാണായാമം സ്വീകരിച്ചതാണ്. ഇപ്പൊ ഓരോ ശ്വാസത്തിലും പ്രാണനിൽ ശിവവിദ്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എന്നും ശിവരാത്രി പോലെ തന്നെയാണ്, ഞാൻ ആ ശിവനെ വിളിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ആ മനസ്സുകൊണ്ട് പറഞ്ഞു തരുന്നതാണ്. ആദ്യം കടം മാറാനുള്ള പറഞ്ഞുതരാം. അത് ഞാൻ ഈ പറയുന്ന മന്ത്രം വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എഴുതിയിടാം. അതുകൊണ്ട് നോക്കിയിട്ട് ജപിക്കാവുള്ളൂ കേട്ടോ. ഏത് മന്ത്രം പറഞ്ഞാലും വീഡിയോയുടെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എഴുതിയിടും. അതുകൂടെ നോക്കിയിട്ട് നിങ്ങൾ ജപിക്കാവുള്ളൂ കേട്ടോ. ഇതെല്ലാം ഞാൻ എഴുതിയിടാം. ആദ്യം പറയുന്നത് ഒരു കടം മാറാനുള്ള മന്ത്രം പറയാം. സിങ് വങ് നമശിവായ, സിങ് വങ് നമശിവായ. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ ഇങ്ങിന്റെ പ്രയോഗം? സിങ് വങ് നമശിവായ. മന്ത്രങ്ങളൊന്നും കേൾക്കാൻ സാധ്യതയില്ല. ഇതെല്ലാം ശിവനോളം തന്നെ പഴക്കമുള്ള മഹർഷിമാരും ഋഷീശ്വരന്മാരും സിദ്ധയോഗികളും ഒക്കെ ഉപയോഗിക്കുന്ന മന്ത്രങ്ങളാണ്. ഇത് അറിയണമെങ്കിൽ കേൾക്കണമെങ്കിൽ തന്നെ വേണം ഒരു ഭാഗ്യം. അപ്പൊ ഇതെല്ലാം ഭഗവാന്റെ പാദങ്ങളെ, പാർവതിയുടെ പാദങ്ങൾ സമർപ്പിച്ച് ശിവരാത്രിക്ക് എന്റെ വകയായിട്ട് നിങ്ങൾക്ക് തരിക. നിങ്ങൾ ഭഗവാൻ ഏതെങ്കിലും പോയി കണ്ടു, തൊഴുതു, വഴിപാട് ചെയ്തു, പാർവതിദേവിയെ പ്രാർത്ഥിച്ചു, ശിവനെ പ്രാർത്ഥിച്ചു. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ തരണമല്ലോ. അതുകൊണ്ട് ഹൃദയം നിറഞ്ഞു തരികയാണ്. അപ്പം മന്ത്രം ഇതാണ്: സിങ് വങ് ശിവായ നമ. ഇത് ഈ മന്ത്രം, ഈ ഇങ്ങെന്നുള്ള പ്രയോഗത്തിന്റെ രഹസ്യം എന്താണെന്ന് അറിയാവോ? ഈ ചിലപ്പോൾ ഈ പലർക്കും ഈ സിംഗ് വങ് ചിലർക്ക് അറിയാവുന്നവർക്ക് പോലും ഇങ്ങിന്റെ രഹസ്യം അറിയത്തില്ല. സിംഗെന്ന് നമ്മൾ ഉച്ചരിക്കുമ്പം, നമ്മുടെ ഇങ്ങെന്ന് ഉച്ചരിക്കുമ്പോൾ, സിംഗെന്ന് ഉച്ചരിക്കുമ്പം അല്ലെ വങ്ങെന്ന് ഉച്ചരിക്കുമ്പോൾ എല്ലാം മുകളിലോട്ടാണ് ഊർജത്തിന്റെ ഒരു പ്രവാഹം ഉണ്ടാകുന്നത്. അത് നമ്മുടെ അണ്ണാക്കിന് മേലിൽ ഈ ഇവിടുന്ന് ഒരു വര വരച്ചാൽ, പിരികു മധ്യത്തിനോ ഒരു വര വരച്ചാൽ അകത്തോട്ട് ചെല്ലുന്ന ഒരു പോയിന്റ് ഉണ്ണാക്കിന് മേലെയായിട്ട് ഭ്രൂമധ്യം. അതാ ശരിക്കും ഭ്രൂമധ്യം. ആ ഭ്രൂമധ്യത്തിലാണ് അതിന്റെ വൈബ്രേഷൻ ഉണ്ടാകുന്നത്. അതാണ് സിംഗ് വങ് ഒക്കെ ജപിക്കുമ്പോഴുള്ള രഹസ്യം. അപ്പൊ സിംഗ് വങ് നമ ശിവായ, ഓം ചേർക്കണ്ട, ഓം ചേർക്കാതെ ജപിക്കുക. ഇത് നിങ്ങൾ വാഗൊണ്ട് ജപിക്കാം, ഫ്രീയായിട്ടിരിക്കുമ്പോഴൊക്കെ മനസ്സിൽ ജപിക്കാം. കടങ്ങൾ മാറാൻ നല്ലതാണ്. ഇത് ജപിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഭഗവാന് കുവളത്തുമാല സമർപ്പിക്കാം, പാർവ്വദേവിക്ക് പിൻവിളക്ക് സമർപ്പിക്കാം, ശിവഭഗവാന് നെയ്വിളക്ക് സമർപ്പിക്കാം. അത് ശനിയും തിങ്കൾ ദിവസങ്ങളിൽ ചെയ്യാം. ഭഗവാൻ തിങ്കളാഴ്ചയാണ് രാവിലെ പോയി ചെയ്യണം, ശനിയാഴ്ച വൈകിട്ട് ചെയ്യണം. നിങ്ങളുടെ എല്ലാ കടബാധ്യതകളും മാറുവാനും പുതിയ പുതിയ വരുമാനങ്ങൾ വരാനും ജീവിതം മാറാനും ഉപകരിക്കും. ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ മനസ്സിൽ ജപിക്കുക. രാവിലെയും വൈകിട്ടും ശിവക്ഷേത്രത്തിൽ പോയി ഈ പറഞ്ഞ കാര്യങ്ങൾ സമർപ്പിക്കുമ്പോൾ വാഗൊണ്ട് ജപിച്ചിട്ട് മനസ്സിൽ ജപിച്ച് സമർപ്പിക്കണം. ഇത് എപ്പം ജപിച്ചാലും ആദ്യം ഒന്ന് വാഗൊണ്ട് ജപിക്കണം, നമുക്ക് കേൾക്കാൻ ശ്രമിക്കും. എന്നിട്ട് മനസ്സിൽ ജപിക്കാം. ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ വാഗൊണ്ട് ഒരു തവണ ജപിച്ചിട്ട് മനസ്സിൽ ജപിക്കുക. സ്വസ്ഥമായിട്ട് ഫ്രീ ആയിട്ട് എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ, വണ്ടി ഓടിക്കുമ്പോഴോ റോഡ് ക്രോസ് ചെയ്യുമ്പോഴോ ഒന്നുമല്ല, ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ വാഗൊണ്ട് ഒരു തവണ ജപിച്ചിട്ട് മനസ്സിൽ ജപിക്കാം. അപ്പൊ ഇത് സിംഗ് വങ് നമശിവായ. നമശിവായുടെ രഹസ്യം ഞാൻ പറഞ്ഞു തന്നായിരുന്നു. ഒരു വീഡിയോയിലായിട്ടുണ്ട് നമശിവായുടെ രഹസ്യം. നായ എന്ന് പറഞ്ഞാൽ ഭൗതിക ലോകമാണ്, നമ്മൾ ഈ കാണുന്ന ലോകം, കർമ്മം, മായ, ഇതൊക്കെയാണ് നമശിവായയിലെ നാ. മാ എന്ന് പറഞ്ഞാൽ ആണവ മലങ്ങൾ, നമ്മുടെ അഹങ്കാരം, അസൂയ, വെറുപ്പ്, വിദ്വേഷം, ഇതിനെയൊക്കെ ശുദ്ധീകരിക്കുന്നതാണ് മാ. ശി എന്ന് പറഞ്ഞാൽ സാക്ഷാൽ പരമേശ്വരൻ. വാ എന്ന് പറഞ്ഞാൽ അമ്മ ആദിപരാശക്തി. യാ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലെ ആത്മസ്വരൂപം. ഇതാണ് നമശിവായയുടെ രഹസ്യം കേട്ടോ. അപ്പം സിംഗ് വങ് നമശിവായ. ഇനിയും പറയാൻ പോകുന്നത് നമ്മുടെ അമ്മമാർക്ക് വേണ്ടിയാണ്. ഒരുപാട് അമ്മമാർ എൻ്റെ വീഡിയോ കാണുന്നുണ്ട്. എനിക്ക് അവരോടൊക്കെ സ്നേഹവും ബഹുമാനവും ഉണ്ട്. പിന്നെ ഒരു കുഴപ്പമുള്ളൂ, വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ നിർത്തത്തില്ല. അത് ഇപ്പം അവർക്കറിയത്തില്ലല്ലോ നമ്മുടെ തിരക്കും കാര്യങ്ങളും, ചുമ്മാ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് അത് വിരോധമൊന്നുമില്ല, പക്ഷെ ഞാൻ പറയും എനിക്ക് തിരക്കാണ് എന്ന് സത്യസന്ധമായിട്ട് പറയുമ്പോൾ പിന്നെ അവർ നിർത്തും. എന്തായാലും എനിക്ക് അവരോടെല്ലാം സ്നേഹവും ബഹുമാനമാണ്. അമ്മമാർക്ക് വേണ്ടി, പിന്നെ പലവിധ ദുരിതങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഉള്ളൊരു മന്ത്രം പറഞ്ഞുതരാം. അതായത് ഓം അങ്കും. അത് ഞാൻ വീഡിയോയുടെ താഴെ എഴുതിയിടാം. നിങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കിട്ടത്തില്ല. ഓം അങ്കും ശിവായ നമ. ഓം അങ്കും ശിവായ നമ. രഹസ്യമന്ത്രങ്ങളാണ് ഇത്, താളിയോല മന്ത്രങ്ങളാണ്. ഇതൊന്നും ശിവനോളം പഴക്കമുള്ള സിദ്ധ മന്ത്രങ്ങളാണ്. ഓം അങ്കും ശിവായ നമ. പാർവ്വതീദേവിയെ ഗുരുവായി സങ്കല്പിച്ച് പാർവ്വതീദേവിയെ ദിവ്യമാതാവായി സർവേശ്വരിയായി അമ്മയെ സങ്കല്പിച്ച് അമ്മയുടെ പാദങ്ങൾ തൊട്ട് അമ്മേ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ട് ഈ മന്ത്രങ്ങളെല്ലാം ജപിക്കാവുള്ളൂ കേട്ടോ. അമ്മയെ ഗുരുവായി സങ്കല്പിക്കുക, അത് ഫലമാകും കേട്ടോ. ഞാൻ ആരുമല്ല, ഒന്നുമല്ല, അമ്മയെ ഗുരുവായി സങ്കല്പിക്കുക. ഈ മന്ത്രങ്ങളെല്ലാം ജപിക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ അമ്മമാർക്ക് വേണ്ടിയുള്ള ഒരു മന്ത്രമാണ് പറഞ്ഞത്. ഇനിയും പറയുന്നത് കുട്ടികൾക്ക് നല്ല വിദ്യ കിട്ടാൻ, തൊഴിൽ മെച്ചപ്പെടാൻ,
പിന്നെ അതുപോലെ ഈ ജേർണലിസ്റ്റുകളെ, മീഡിയ പ്രവർത്തകരെ ഇടിച്ചങ്ങിക്കാൻ, നല്ലതായിട്ട് സംഭാഷണം ചെയ്യാൻ, അവര് നല്ല മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുവാൻ, അതുപോലെ വക്കീലന്മാര് അവർക്ക് നല്ലതായിട്ട് വാദിക്കാൻ, ഇങ്ങനെ ഈ വാദിക്കേണ്ട, സംസാരിക്കേണ്ട, നല്ല ബുദ്ധിപരമായ പ്രകടനം കാഴ്ചവെക്കേണ്ടവർക്കെല്ലാം ചെയ്യാം. അയും നമശിവായ. ഇവിടെ ഒന്ന് ഓം ചേർക്കണ്ട കേട്ടോ. അയും, അയ്യും യാ എഴുതി കുനിപ്പിട്ട് പൂജ്യമുണ്ട്. അയും നമശിവായ. ഈ മന്ത്രം വാഗുകൊണ്ട് ജപിക്കണം. പിന്നെ മനസ്സിൽ കൂടുതലായിട്ട് ജപിക്കണം. ഭഗവാൻ ആ കഴിവ് നിങ്ങൾക്ക് നൽകും. കുട്ടികൾക്ക് നല്ല വിദ്യ കിട്ടാൻ, ബുദ്ധി മെച്ചപ്പെടുവാൻ, ഏത് മേഖലയിലും ഒരു ഇപ്പൊ ഒരുപാട് കുട്ടികൾ ഈ AI ടെക്നോളജി, പിന്നെ റോബോട്ട് ലേണിങ്, പിന്നെ ഒരുപാട് ബുദ്ധിപരമായ പഠനങ്ങൾ നടത്തുന്ന കുട്ടികളുണ്ട്. ഇപ്പൊ നമ്മുടെ തന്നെ വീഡിയോ ഫോളോ ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്. സയന്റിസ്റ്റ് തലത്തിൽ പഠിക്കുന്നത്, അല്ലെ പൈലറ്റിന്റെ ഇത് പഠിക്കുന്നത്, അല്ലെ AI വലിയ പഠനങ്ങൾ നടത്തുന്നവര് ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ ഈ ഇപ്പോഴത്തെ കുട്ടികൾക്കെല്ലാം ബുദ്ധി കൂടുതലാണ്. അപ്പൊ അവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ മെച്ചപ്പെട്ട പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ അയും നമശിവായ, ബുദ്ധി വർദ്ധിക്കാൻ വേണ്ടിയാണ് കേട്ടോ. പിന്നെ അതുപോലെ ഗവേഷണം ചെയ്യുന്ന ആളുകളുണ്ട്, ഡോക്ടറേറ്റിന് വേണ്ടി അവർക്കും ജപിക്കാം. പിന്നെ അതുപോലെ വക്കീലന്മാർക്ക്, പിന്നെ മീഡിയ പ്രവർത്തകരെ, ജേർണലിസ്റ്റുകളെ, അവർക്കൊക്കെ ബുദ്ധി വൈഭവം വളരെ കൂടുതലായിട്ട് വേണ്ട ഒരു മേഖലയാണ്. അപ്പൊ അവർക്കൊക്കെ ജപിക്കാം. ആർക്ക് പാണ്ഡിത്യം വേണോ, ആർക്ക് ഒരു പണ്ഡിതനാകണോ, ആർക്ക് ഏതെങ്കിലും മേഖലയിൽ സ്പെഷ്യലൈസ് ചെയ്യണോ, ആ ബുദ്ധി പ്രയോജനപ്പെടുത്തി അവരുടെ ജീവിതത്തിൽ വിപുലീകരണം നടത്തുന്നവർക്ക് എല്ലാവർക്കും ജപിക്കാം അയും നമശിവായ. ഇത് ശിവരാത്രി ആയോണ്ടായി തീർന്ന കേട്ടോ. ഇതൊന്നും ലോകത്തിൽ ഒരിക്കലും കിട്ടത്തില്ല. ഞാനീ പറയുന്ന കാര്യങ്ങൾ വേറെ ഒരു വീഡിയോയിൽ എന്ന് വെച്ചാൽ ഇതുപോലെ ആരും പറഞ്ഞു തരത്തില്ല. മനസ്സിലായില്ലേ? ഇതൊക്കെ എത്ര പേര് കാണും എന്ന് എനിക്കറിയത്തില്ല. കാണുന്നവർ കണ്ടാൽ മതി. അല്ല, അതൊരു അവരെ നമ്മൾ അത് കാണുന്നവർക്ക്, ചെയ്യുന്നവർക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും. എല്ലാവരും ഭഗവാനെ, അമ്മയെ അറിയണമെന്നൊരു പ്രാർത്ഥന എനിക്കുള്ളൂ. അതിനുവേണ്ടിയാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്, നന്മയ്ക്ക് വേണ്ടിയല്ല. എൻ്റെ മനസ്സിൽ വേറെ ഒന്നുമില്ല. ഇനിയും പറയാൻ പോകുന്നത്, എല്ലാ മേഖലയിലും വിജയം ഉണ്ടാകാൻ ഓം ആങ് ശിവായ, അത്രയേ ഉള്ളൂ. ഓം ആങ് ശിവായ, ഓം ആങ് ശിവായ. അപ്പൊ ഈ ആങ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഇതെല്ലാം ഈ വങ് ആയിക്കോട്ടെ, സിങ് ആയിക്കോട്ടെ, ആങ് ആയിക്കോട്ടെ, ഇതെല്ലാം ഈ ഭ്രൂമധ്യത്തിൽ അതിന്റെ എഫക്റ്റ് വരുന്നത് കേട്ടോ. അത് രഹസ്യവിദ്യ അതാണ്. ഓം ആങ് ശിവായ. വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഈ മന്ത്രം എല്ലാം ഞാൻ എഴുതിയിടുന്നുണ്ട്, അവിടെ നോക്കിയിട്ട് ജപിക്കാവുള്ളൂ. അപ്പോൾ ഓം ആങ് ശിവായ എന്ന് പറഞ്ഞ മന്ത്രം നിങ്ങൾ വാഗുകൊണ്ട് ജപിക്കുക. പിന്നെ അത് കഴിഞ്ഞ് മനസ്സിൽ കൂടുതലായിട്ട് ജപിക്കുക. ഒരു തവണ വാഗുകൊണ്ട് ജപിക്കുക, പിന്നെ മനസ്സിൽ കൂടുതലായിട്ട് ജപിക്കുക. ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ വേണം. ഒരു ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കോ, വണ്ടി ഓടിക്കുമ്പോഴോ, റോഡ് ക്രോസ് ചെയ്യുമ്പോഴോ ഒന്നും ചെയ്യരുത്. ഈ പറഞ്ഞതെല്ലാം രാവിലെ കുളിച്ചു കഴിഞ്ഞ് ചെയ്യാം, നിലവിളക്കിന്റെ മുന്നിൽ നിന്ന് ചെയ്യാം, വൈകിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ചെയ്യാം. ഫ്രീ ആയിട്ടിരിക്കുന്ന സമയങ്ങളൊക്കെ വാഗുകൊണ്ട് ഒരു തവണ ജപിച്ചിട്ട് പിന്നെ മനസ്സിൽ ജപിക്കാം. മനസ്സിലായില്ലേ? അങ്ങനെയാണ് ജപിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതെന്തിനാണ് ഈ മന്ത്രം? എല്ലാ കാര്യങ്ങളിലും വിജയം ഉണ്ടാകാൻ. നിങ്ങളൊരു ഡോക്ടറാണെങ്കിൽ നിങ്ങൾ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് നല്ല പരിപൂർണമായ വിജയം ഉണ്ടാകാൻ. ഒരു വക്കീലാണ്, നിങ്ങൾ ഏർപ്പെടുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വിജയം ഉണ്ടാകാൻ. നിങ്ങളൊരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ വിജയങ്ങളും എന്നും ഉണ്ടാകാൻ. നിങ്ങളൊരു സാധാരണ കടയിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ ഒന്നുകിൽ നിങ്ങളുടെ വരുമാനം വർദ്ധിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ വരുമാന മാർഗങ്ങൾക്കുള്ള അവസരങ്ങൾ ഉണ്ടാകും. നിങ്ങളൊരു ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന ആയിക്കോട്ടെ, ഒരു കലാകാരനായിക്കോട്ടെ. നമ്മുടെ ഒരുപാട് കലാകാരന്മാരുണ്ട് നമ്മുടെ വീഡിയോ ആണ്. കലാകാരന്മാരുണ്ട്, ഡോക്ടർമാരുണ്ട്, അതുപോലെ എല്ലാ മേഖലയിലുള്ളവരുണ്ട്. അത് പോലീസ് ആയിക്കോട്ടെ, പട്ടാളമായിക്കോട്ടെ, എല്ലാം. അപ്പൊ ഇവർക്കെല്ലാം ജോലി സമ്മർദ്ദങ്ങളെ, ഇവരുടെ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം ഉണ്ടാകാനെ ഈ മന്ത്രം അവർക്കെല്ലാം വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. ഓം ആങ് ശിവായ. അവരെ എപ്പോഴും സന്തോഷമായിരിക്കും. എനിക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ ഏറ്റവും നല്ല കാര്യമാണ് ശിവരാത്രിക്ക്. അവർക്ക് എപ്പോഴും സന്തോഷമായിരിക്കും, എല്ലാ കാര്യങ്ങളും വിജയമായിരിക്കും. അപ്പൊ തൊഴിൽപരമായിട്ട് സന്തോഷം, ഉയർച്ച, വിജയം ഇത് ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഇത് ചെയ്യാം. അത് ഏത് മേഖലയാണേലും. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ മേഖലയിലും ഉള്ളവരുണ്ട് കേട്ടോ. അത് തിരുമേനിമാരായിക്കോട്ടെ, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഉണ്ട്. അവർക്കെല്ലാം നല്ല കാര്യമാണ്. എല്ലാവർക്കും ചെയ്യാം. എല്ലാവർക്കും ചെയ്യാം. അപ്പം ഓം ആങ് ശിവായ എന്നുള്ളൂ കേട്ടോ. ഓം ആങ് ശിവായ. ഇനിയും ദുരിതങ്ങൾ, ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്നവര്, അത് ശാരീരികം, മാനസികം, പലതരത്തിൽ കാണും. ഈ ദുരിതങ്ങളിൽ നിന്നൊരു മോചനം ഉണ്ടാകാൻ നിങ്ങൾ അങ് ശിവായ നമ എന്ന് വാഗുകൊണ്ട് ഉച്ചരിക്കുക. പിന്നെ മനസ്സിൽ എപ്പോഴും അങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഉച്ചരിക്കുക, മനസ്സിൽ ജപിക്കുക. ആദ്യം ഒരു തവണ വാഗുകൊണ്ട് ജപിക്കണം, പിന്നെ മനസ്സിൽ ജപിക്കണം. ഈ മന്ത്രം ജപിച്ചുകൊണ്ട് തിങ്കളാഴ്ച ശിവന് കൂവളത്തിലെ അർച്ചന, മൃത്യുഞ്ജയാർച്ചന, ഒരു കൂട് ഭസ്മം,
പിൻവിളക്ക് ഇത് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ നല്ലതാണ്. ശനിയാഴ്ച തിങ്കളാഴ്ച രാവിലെ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. പിന്നെ വീട്ടിൽ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴും സ്വസ്ഥമായിട്ടിരിക്കുമ്പോഴും ഭാഗമുണ്ടാകും ഒരു തവണ ജപിക്കണം, പിന്നെ മനസ്സിൽ ജപിക്കണം. രാവിലെ കുളി കഴിഞ്ഞ് വിളക്കിന്റെ മുന്നിൽ നിന്ന് കർപ്പൂരം തൊട്ട് വൈകിട്ട് പ്രാർത്ഥിക്കുമ്പോഴേ പിന്നെ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ജപിക്കുക. അങ് ശിവായ നമ. ഇത് എനിക്ക് വേണ്ടിയല്ല ഞാൻ പറയുന്നത്. ഞാൻ എനിക്ക് വേണ്ടി ജീവിതത്തിൽ ഒന്നും ആഗ്രഹിക്കാറില്ല. അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതൊന്നും ഞാൻ തരത്തില്ല. എനിക്ക് സ്വാർത്ഥത ഉണ്ടെങ്കിൽ ഞാൻ തരത്തില്ല. ഞാനിത് നിങ്ങൾക്ക് വേണ്ടിയാണ് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടി, ഒന്നിനും വേണ്ടിയല്ല, ഒന്നും പ്രതീക്ഷിച്ചില്ല. നിരുപാധിക സ്നേഹത്തോടെ പറയുന്നത്. ഞാൻ ഒന്നും ആരുടെയും ഒന്നും ആഗ്രഹിച്ചിട്ടോ പ്രതീക്ഷിക്കുന്നവരെ എനിക്ക് വേണ്ടതാണ്. അതിനുവേണ്ടിയല്ല ഈ പറയുന്നത്. ഒന്നും പ്രതീക്ഷിക്കാത്ത സ്നേഹം എല്ലാവരോടും ഉള്ളതുകൊണ്ടാണ് ഈ പറയുന്നത് കേട്ടോ. എല്ലാ ശിവഭഗവാന്റെ അമ്മ പാർവതിദേവിയുടെയും പാദത്തിൽ സമർപ്പിക്കുന്നു. ഇനിയും കർഷകന്മാർ. ഈ കർഷകന്മാരെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന ഒരു വിഭാഗമാണ് ഈ കർഷകന്മാർ. ഈ കർഷകന്മാർക്ക് അവർക്ക് നല്ല വിളവ് കിട്ടാനും അവർക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാനും നമ്മൾ കഷ്ടപ്പെടേണ്ട എല്ലാവരും നമ്മളിവിടെ നമ്മുടെ താൻ പാതി ഈശ്വരൻ പാതിയാണ്. നമ്മൾ പ്രവർത്തിക്കണം. അതോടൊപ്പം ഈശ്വരാധീനം കൊണ്ട് സമ്പത്തും ഐശ്വര്യം അവിടെ വിളകളൊക്കെ മെച്ചപ്പെടാനും അവർക്ക് വേണ്ടി ഒരു രഹസ്യ ശിവമന്ത്രം പറഞ്ഞു തരികയാണ്. ലങ് ശ്രീയും നമശിവായ. ലങ് ശ്രീയും നമശിവായ. ലങ് ശ്രീയും യാ എഴുതി കുനിപ്പിട്ട് പൂജ്യമുണ്ട്. ലങ് ശ്രീയും നമശിവായ. ഓം ഒന്നുമില്ല എൻ്റെ കൂടെ. ഇത് വാഗൊണ്ട് ജപിക്കുക, പിന്നെ മനസ്സിൽ ജപിക്കുക. രാവിലെ കുളി കഴിഞ്ഞ് വിളക്കിന്റെ മുന്നിൽ നിന്ന് കർപ്പൂരം തൊട്ട് വൈകിട്ട് വിളക്കിന്റെ മുന്നിൽ നിന്ന് കർപ്പൂരം തൊട്ട് ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ വാഗൊണ്ട് ഒരു തവണ ജപിച്ചിട്ട് മനസ്സിൽ കൂടുതൽ ജപിക്കുക. ഇത് ജപിച്ചുകൊണ്ട് തിങ്കളാഴ്ച ഭഗവാന് കുവളത്തിലർച്ചന, മൃത്യുഞ്ജയാർച്ചന, നെയ്വിളക്ക്, പിൻവിളക്ക് സമർപ്പിക്കുക. തിങ്കളാഴ്ച രാവിലെ സമർപ്പിക്കുക, ശനിയാഴ്ച വൈകിട്ടും സമർപ്പിക്കുക. ഇടയ്ക്ക് ഭഗവാന് നിങ്ങൾക്ക് നിങ്ങളുടെ പക്കനാളിനോ പിന്നെ മലയാള മാസം ആദ്യത്തെ ശനിയാഴ്ചയോ മലയാള മാസം ആദ്യത്തെ തിങ്കളാഴ്ചയോ പാർവതിദേവിക്ക് ഒരു പിൻവിളക്കും ശിവഭഗവാൻ ഒരു പാൽപ്പായസവും ഒരു ഭാഗ്യസ്വത്ത് പുഷ്പാഞ്ജലിയും കൂടെ ചെയ്യണം കേട്ടോ. ഭഗവാനോട് നന്ദിയും കൂടെ പറയണം. എന്നെ വഴി വെച്ച് കണ്ടാൽ മിണ്ടിയില്ലേ പോലും കുഴപ്പമില്ല. മിണ്ടിയില്ലെങ്കിൽ എനിക്ക് സന്തോഷമുള്ളൂ. അതിലൊന്നും കാര്യമില്ല. മനസ്സിലായില്ല? അപ്പം നിങ്ങൾ ഇത് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകാൻ ഉപകരിക്കും. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്തുകയാണ്. വീട്ടിൽ അമ്മമാർ ആഹാരം പാചകം ചെയ്യുമ്പോൾ ഓം നമോ നാരായണായ എന്ന് വാഗൊണ്ട് ഉച്ചരിക്കുക. ആഹാരം കൊടുക്കുന്നതിന് മുമ്പും ആഹാരം പാചകം ചെയ്യുമ്പോഴും വീട്ടിലെ എല്ലാ വ്യക്തികളെയും പാദം മുതൽ ശിരസ് വരെ മനസ്സുകൊണ്ട് ചിന്തിച്ചു ആ ഇത് ജപിക്കുന്നവരെ തന്നെ സ്വയം പാദം മുതൽ ശിരസ് വരെ ചിന്തിക്കണം. പിന്നെ മറ്റുള്ളവരെ വീട്ടിലെ എല്ലാവരും പാദം മുതൽ ശിരസ് വരെ മനസ്സിൽ കണ്ടുകൊണ്ട് ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ നമാന്ന് ജപിക്കരുത്, ഓം നമോ നാരായണായ. ഇത് നിങ്ങൾ എല്ലാ അമ്മമാരും ചെയ്യുക. വീട്ടിലെല്ലാ ഐക്യം, സമാധാനം, സന്തോഷം ഒക്കെ ഉണ്ടായി വരും. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ശിവ ശിവ.